ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലെ ഫുൾ ടീമാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. നമസ്കാരം. ഫുൾ ടീം ഇല്ല അല്ലെ? ശരിക്കും ആരൊക്കെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ? ഇന്നിപ്പം മുങ്ങിയത് ഹാഷിം, അഖിലേഷ്, നന്ദു, മോഹൻ, അങ്ങനെ കുറച്ചുപേരാണ് ഇന്ന് മെയിൻ ആയിട്ട് മുങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ ടീമിൽ ഏത് പരിപാടി വെച്ചാലും ഇങ്ങനെ മുങ്ങുന്ന ആളുകൾ മെയിനായിട്ട് മുങ്ങുന്നത് അവനാണ്. അവൻ വൺ ഓഫ് ദി ഫൗണ്ടിങ് ഫാദർ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ കൂടെ ഇരുന്നിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ മലയാളികൾ മിസ് ചെയ്ത് തുടങ്ങി. യാത്രയിലും ചായക്കടയിലും ഒക്കെ ഇരുന്നുള്ള സംസാരങ്ങൾ മിസ് ചെയ്ത് തുടങ്ങി. അവിടെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ലോഞ്ച് ആയി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് നമ്മളൊരു ഒരുമിച്ച് പഠിച്ച അല്ലേ. അത് മാത്രല്ല, ഇപ്പൊ കേരളത്തില് ആ സമയത്ത് പോഡ്കാസ്റ്റിന്റെ ഒരു സംഭവം കുറവായിരുന്നു. 2 ചാനൽസ് മാത്രമേ ആ സമയത്തുള്ളായിരുന്നു. ആദ്യം കാർത്തികായിരുന്നു ഫസ്റ്റ് തുടങ്ങി. ഇന്ത്യയിലെ പോഡ്കാസ്റ്റ് ആകുമ്പോൾ 2 എപ്പിസോഡ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുമാലിയും പിന്നെ മറ്റേ ഒരു സാർ അവർ 2 എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഉണ്ടായിരുന്നു ഈറ്റില. അവർ 3 എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് കുറച്ചാളത് ഇങ്ങനെ ചെയ്യാണ്ടിരുന്നപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ചെയ്താലോ എന്നുള്ളൊരു സംഭവത്തിൽ തോന്നി അങ്ങനെ ചെയ്തതാണ് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. നിങ്ങളൊക്കെ ഈ പല രീതിയിൽ കണക്റ്റഡ് ആണല്ലേ? സ്കൂളും ജോലി സ്ഥലം അല്ലെങ്കിൽ താമസ സ്ഥലം അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ്. ELC ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ELC എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് അവിടെ വന്നത്. SN പബ്ലിക് സ്കൂളിലാണ് നമ്മുടെ ഉത്ഭവം. അപ്പോൾ അവിടുത്തെ മെയിൻ ടീംസ് ആയിരുന്നു ഇവരൊക്കെ. നമ്മളൊക്കെ LKG UKG തൊട്ട് +2 വരെ ഒരുമിച്ചായിരുന്നു. അപ്പം അതിന്റെ ഒരു ഇതുണ്ട്, നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ആ ഒരു സർക്കിളിൽ തന്നെ നമ്മള് ഉണ്ടായിരുന്നു. നമ്മളിവിടെ വേറെ എവിടെ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് പോയിട്ടില്ല. നമ്മുടെ ലൊക്കേഷൻ ഏതാണ്ട് ഒരു 5 കിലോമീറ്ററിന്റെ അകത്ത് എല്ലാവരും ഇപ്പോഴും വല്ലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യണതും ചായ കുടിക്കണതൊക്കെ ഒരുമിച്ചായിരുന്നു. എല്ലാവരും എന്തെങ്കിലും എപ്പോഴും മീറ്റ് ചെയ്യുമായിരുന്നു. ഒരു ബോണ്ട് എപ്പോഴും ഉണ്ട്. നമ്മൾ കുറച്ച് പേര്. ഈ ഉല്ലാസിനെ എവിടെ നിന്ന് കിട്ടി? ആരാധന കൊണ്ട് അങ്ങനെയല്ല, ഇതിപ്പോ ഇല്ലല്ല, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ കണ്ട് പരിചയം. പിന്നെ ഇവരിവിടെ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ ഇവരിവിടെ അങ്ങ് കൂടി. ഇപ്പം ഒരു 6-7 കൊല്ലമായിട്ട് ഇവരെ കൂടെ തന്നെയാണ്. ഉല്ലാസ് ആക്ച്വലി ഒരു OG ആണ്. യൂട്യൂബിലൊക്കെ സജീവമായിരുന്നു, ഇപ്പൊ ഇല്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജില് മൈക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ തുടങ്ങിയാൽ പ്രധാനമാണല്ലോ. അതെ, അങ്ങനെ പറയാം. പറഞ്ഞോളൂ. ചാനൽ ഡെഡ് ആണ്, പക്ഷേ അന്ന് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇതിനകത്ത് റവന്യൂ വരും, ഇത് ചരി മേടിക്കാം, അങ്ങനെയൊക്കെ ചിന്തകളുണ്ടായിരുന്നു. അന്ന് ജസ്റ്റ് ഒരു രസത്തിന് തുടങ്ങിയതാണ്. വെറുതെ വീട്ടിലിരുന്നപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അതിൽ നിന്ന് റവന്യൂ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് കൂട്ടി പോയത്. അന്നും ഇന്നും പൈസ ഉണ്ടാക്കണമെന്നും ഇഷ്ടമുള്ളപ്പോൾ ചെയ്തിട്ട് അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ സമയത്ത് കുറെ ആൾക്കാർ ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഈച്ച കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ ഒരു ഇതില് അങ്ങനെയാണ് ഞാൻ ഇവരുടെ കൂടെ ചേർന്നത്. ആ വീഡിയോ കണ്ടിട്ടാണ് അന്ന് അവിടെ വ്ളോഗ് ഷൂട്ട് ചെയ്യാനൊക്കെ പോയി അവരെ കൂടെ അന്ന് ഇവരുടെയൊക്കെ കൂടിയതാണ്. പിന്നെ നമ്മൾ പോഡ്കാസ്റ്റിൽ വന്നപ്പം ലേറ്റ് നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഒരുപാട് നമ്മൾ സമ്പർക്കം മൂലം ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും അധികം സമയം ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്നിട്ടുള്ള ആരാ? അത് നമ്മള് അല്ല, അത് ആ രഹസ്യം നമ്മളോട് എനിക്ക് തോന്നുന്നു നീയാണോ? നിങ്ങൾ 2 പേരില് നീയാണോ തോന്നുന്നു? രണ്ടുപേരും ഒരു മത്സരം വെച്ചാൽ ടൈ ആയിരിക്കും. പക്ഷെ എങ്കിലും ഇവൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി സിനിമയ്ക്കെങ്കിലും പോകും. അപ്പൊ അതുമില്ല, ഇവൻ ചില സമയത്തിന്റെ ഹൈബർനേഷൻ പോലെ കയറും. ഫോണ് പോലും കിട്ടും. കറക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നോ അതോ തോട്ട് പ്രോസസ്സിലായിരിക്കും ആ സമയത്ത്? എല്ലാപ്പോഴും തോട്ട് പ്രോസസ്സിലായിരിക്കും. കട്ടില് തന്നെ ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ടാവും.
നിങ്ങളുടെയൊക്കെ കൂടെ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ജോബ്ലെസ് ക്ലബിലെ മിഥുൻ അവനോട് ചോദിക്കാൻ പറഞ്ഞു നിങ്ങളിൽ ആരും എന്താ പ്രോപ്പറായിട്ട് പണിക്ക് പോകാത്തതെന്ന്. അതിലെന്തെങ്കിലും സത്യം അപ്പൊ അങ്ങനെ പറഞ്ഞു. അത് ഇവിടെ പറയാൻ അതില് നമ്മൾ കൂട്ടത്തില് ശ്രീകാന്ത് IT ആണ്, പിന്നെ അരുണ് ആനിമേറ്റർ ആണ്, പിന്നെ ഇവൻ സാറാണ്, ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ടെൻഷനൊക്കെ കുട്ടികളുടെ വീഡിയോകളൊക്കെ കാണാറുണ്ടോ? ഓക്കെ, അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ ഞാൻ പിന്നെ ഫോട്ടോ എഡിറ്റിങ്, ഷൂട്ടിങ് അങ്ങനത്തെ വർക്കാണ്. പോളി കഴിഞ്ഞിട്ട് പണിയില്ലാത്തവരല്ല ശരിക്കും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് വർക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. വർക്കിന് ഇതിൽ മിക്സ് ചെയ്തല്ലേ നമ്മള് മാറ്റി വെക്കുന്നു. ഇതൊക്കെ തള്ളാം. ആൾക്കാരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി. നിങ്ങളുടെ പെർഫെക്ഷനിസ്റ്റ് ആരാ? ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അരുൺ ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഇതിലുണ്ടെങ്കിൽ ആരോട് മാത്രമേ ഉള്ളൂ. തൃപ്തിയില്ല. സ്ഥിരം ചിന്തിക്കുന്ന രീതികളിൽ മാറി ചിന്തിക്കുന്ന ഒരാളുണ്ടാവില്ലേ? ഇപ്പൊ മെട്രിക്സിന്ന് പുറത്തു പോയെന്നൊക്കെ ആളുകൾ പറയുന്ന ആള്, അതാരായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില്? അങ്ങനെയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ തന്നെ ഞാനാണെന്ന് തോന്നുന്നു. എനിക്ക് ഞാനായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എനിക്കും തോന്നുന്നു. എന്താ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള? അല്ല, കുക്കിംഗ് ബ്ലോഗ് പുറത്ത് പറയാൻ പറ്റാവുന്ന വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്തു. ഇവനാണ് മെട്രിക്സിന്റെ പുറത്ത് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. അല്ല, നമ്മള് സ്ക്വിഡ് ഗെയിമിന്റെ ഐഡിയ കൊണ്ടുവന്നത് അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ കേരളത്തില് ഒരു വളരെ ഒരു കൾട്ട് ഓഡിയൻസ് ഉണ്ട് സ്ക്വിഡ് ഗെയിമിന്. പക്ഷെ എന്നാലും ഇപ്പോഴും ആളുകൾ സ്ക്വിഡ് ഗെയിം ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ലാക്കാസ ഡി പേപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇറക്കുന്നതിനുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവും. പക്ഷെ സ്ക്വിഡ് ഗെയിമിന് ഒരു സെലക്റ്റീവ് ഓഡിയൻസ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളത് ചെയ്യുന്ന സമയത്ത്. അതെന്താ സ്ക്വിഡ് ഗെയിം തന്നെ ചെയ്യാന്നുള്ള ഒരു തോട്ട് പ്രോസസ് വരണേ? അത് നമ്മള് മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ കണ്ടപ്പോ നമുക്ക് അതേപോലെ ഒരു വീഡിയോ ചെയ്യണം നമ്മൾ ആക്ച്വലി ഒരു കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കുക്കിംഗ് നമ്മളെല്ലാരും കൂടുമ്പോഴും ഒരു വൈകിട്ട് 4 മണിയൊക്കെ ആവും. അപ്പോഴൊരു ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് കുക്കിംഗ് വ്ലോഗാണ് നമുക്ക് ചെയ്യാൻ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ചെയ്യാനുള്ള മടി. ഇൻട്രോവേർട്സ് ആണ്, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് പാടാണ്. നമുക്ക് ആ റൂമിലിരുന്ന് നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ ഒരു പുതിയ ആള് വന്നൊരു 10 മിനിറ്റ് 20 മിനിറ്റ് സംസാരിച്ചിട്ടാണ് നമ്മൾ സാധാരണ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പുറത്തിറങ്ങി ചെയ്യാനുള്ള ഇത് ആർക്കും ഇല്ല, ധൈര്യമില്ല. ഇപ്പൊ ഇറങ്ങി തുടങ്ങിയാലും സംസാരിക്കില്ല. അപ്പൊ കുക്കിംഗ് ആവുമ്പോഴത്തേക്ക് നമ്മളൊരു 5-6 പേര് മതിയല്ലോ, അതുകൊണ്ടാണ് അത് തുടങ്ങിയത്. വലിയൊരു ഏരിയയാണ് പറമ്പ്, അവിടെ അങ്ങനെ വേറെ നമ്മുടെ സർക്കിളിൽ തന്നെ നിൽക്കാമല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഈ പുറത്ത് ഭയങ്കര ഇൻട്രോവേർട്ടും ആരോടും സംസാരിക്കാതെ അന്തർമുഖനായിട്ടിരിക്കും, എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ കില്ലാടിയുമായിട്ടുള്ള ആളാരാ? അങ്ങനെ ആരും ഇല്ല. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇൻസ്റ്റയിലും ഒന്നുമില്ല, പുറത്തൊന്നുമില്ല. അല്ല, നമ്മളൊരു കംഫർട്ട് സോണിനകത്ത് മാത്രമേ ഈ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കത്തുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ഇൻട്രോവേർട്ട് ആയി. പക്ഷെ അതിൽ നിന്ന് മാറി ചെയ്യണമെന്നൊരു ആഗ്രഹം എന്താണ് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ സ്ക്വിഡ് ഗെയിം ചെയ്തത്. പുറത്തുനിന്ന് കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അത് ആൾക്കാർക്ക് ഓഡിയൻസിന് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവരെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, ഇവരെ നമ്മളെ ഈ ഇൻട്രോവേർട്ട് സ്വഭാവം ആയതുകൊണ്ട് ഇത്രയും ആൾക്കാരെ വെച്ച് സബ്സ്ക്രൈബറിനെ വെച്ച് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആവുമെന്നുള്ളതിന്റെ നമ്മള് ഉള്ളി അരിയാൻ വരെ ഇതില് വിളിച്ചപ്പോഴും അതില് പോസ്റ്റ് ഇട്ടപ്പോഴും ഉള്ളി അരിയാനല്ലേ വരാൻ വയ്യെന്നൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു.